അല്ലാഹു സുബ്ഹാനഹു വ തആല ഭാഗ്യം ചെയ്ത രണ്ട് അവയവങ്ങളെ പറ്റി ഖുർആനിൽ പറയുന്നുണ്ട്. ഭാഗ്യം ചെയ്ത രണ്ട് അവയവങ്ങൾ ഏതൊക്കെയാണെന്നറിയോ? ഒന്ന് നമ്മുടെ കണ്ണ്, മറ്റൊന്ന് നാവ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. രണ്ടും ഭാഗ്യമുള്ള അവയവമാണ്. ബാക്കിയൊന്നും ഭാഗ്യമില്ല എന്നർത്ഥത്തിലല്ല, ബാക്കിയൊക്കെ ഭാഗ്യമുണ്ടെങ്കിലും ഇത്രത്തോളം ഭാഗ്യമില്ല. എന്താണ് ഞാൻ പറഞ്ഞുതരാം. ഭയങ്കര ഭാഗ്യമാണ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നാളെ സ്വർഗാവകാശികൾക്ക് അടുക്കൽ സ്വർഗത്തിൽ കഴിയുന്നതായ ആളുകൾ ആ സ്വർഗത്തിൽ വസിക്കുന്ന സമയത്ത് ആദ്യമായി അവരുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്ന ആഹാരമേതാണ്? അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കപ്പെടുകയാണ് മാ അവ്വലു മാ യഅകുലു അഹ്ലുൽ ജന്നാ. സ്വർഗാവകാശികൾ ആദ്യമായി കഴിക്കുന്നത് ഏതാണ് റസൂലേ? ആദ്യമായി കഴിക്കുന്നത് ഏതാണ് റസൂലേ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, കബദുൽ ഹൂത്, മത്സ്യത്തിന്റെ കരളാണ്. കരൾ റോസ്റ്റ് ചെയ്ത് നൽകുമേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. നല്ല വലിയ മത്സ്യത്തിന്റെ കരൾ റോസ്റ്റ് ചെയ്ത് തരും. മീൻ ഇഷ്ടമുള്ളവരാരാ? എത്ര പേരുണ്ടെന്ന് കൈ ഉയർത്തിക്കാൻ നോക്കട്ടെ. നാളെ സ്വർഗാവകാശികൾക്ക് ആദ്യം കൊടുക്കുന്ന ഭക്ഷണം ഏതാണ്? കബദുൽ ഹൂത്ത്, മത്സ്യത്തിന്റെ കരൾ റോസ്റ്റ് ചെയ്ത് തരും സയ്യിദുനാ റസൂലുള്ളാഹി. അല്ലാഹു കഴിക്കാൻ തൗഫീഖ് തരട്ടെ. കരൾ എനിക്ക് ഇഷ്ടമല്ല ഉസ്താദേ, ഞാൻ മറ്റേ ചൂര പോലും കൂട്ടത്തില്ല, കാരണം അതിനകത്ത് ഈ കരളിന്റെ ഒരു ഇതുണ്ട്. അതുകൊണ്ട് എന്ന് പറയുന്ന സഹോദരിമാരുണ്ടാവും. സ്വർഗമാണെന്ന് കരുതിക്കോണത്. അല്ലാഹു തൗഫീഖ് തരട്ടെ. സ്വർഗത്തിലെ ഫുഡാണ്. സ്വർഗത്തിൽ കടക്കണ്ടേ? ആഗ്രഹമുള്ളവരത് കൈയുയർത്തിക്ക്. സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ ഇവിടുന്ന് ക്ലേശം സാരമില്ല നിന്നിലേ. സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ ഇവിടുന്ന് ക്ലേശം സാരമില്ല നിന്നിലേ. ജനമോക്കയും തൃണ വൽഗണിച്ചാൽ തന്നെയും മനം നൊന്തിടണ്ട തിബർ തന്നെ പിന്നെയും. ആരോക്കെ നിന്നെ ദരിദ്രനായി കണ്ടെങ്കിലും കോടീശ്വരൻ തന്നെ നീയേക്കാലത്തിലും. സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ ഇവിടുന്ന് ക്ലേശം സാരമില്ല നിന്നിലേ. അല്ലാഹു തഅല ഉസ്താദിന്റെ ദറജ ഉയർത്തട്ടെ. ഉറക്കെ പറയുന്ന അല്ലാഹുവിന്റെ ദറജ ഉയർത്തട്ടെ. അവരുടെ പൊരുത്തം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഈ ക്ലാപ്പന ദേശത്ത് സാദിനെ സ്നേഹിക്കുന്ന ഒരുപാട് മുഹബ്ബീങ്ങളുണ്ട്. അല്ലാഹു ആ മഹബ്ബത്ത് നിലനിർത്തി തരുമാറാവട്ടെ. അവരുടെ പൊരുത്തം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഞാൻ എല്ലാ ആഴ്ചയും അവരെ സിയാറത്ത് ചെയ്യാറുണ്ട് എന്ന് ഈ സദസ്സിന് മുമ്പാകെ ഒരാൾ പറയുകയുണ്ടായി, എന്നോട് ഉണർത്തുകയുണ്ടായി. അല്ലാഹു അവരുടെയൊക്കെ സിയാറത്ത് കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. അപ്പൊ സ്വർഗത്തിലെ ആദ്യം കിട്ടുന്ന ഭക്ഷണം ഏതാണ്? സ്വഹാബത്ത് ചോദിക്കാൻ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി നൽകുകയാണ്, കബദുൽ ഹൂത്, മത്സ്യത്തിന്റെ കരളാണ് സ്വഹാബ. മത്സ്യത്തിന്റെ കരൾ നൽകുമേ, കരൾ റോസ്റ്റ് ചെയ്യുമേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. മനോഹരമാണ് സ്വർഗം. ആ സ്വർഗത്തിൽ ആദ്യം കിട്ടുന്ന വിഭവം ഇതാണ്. കരൾ റോസ്റ്റ് ചെയ്യും. മീനിന്റെ കരളാണ് അല്ലേ? നീണ്ടകരയിൽ ഇവിടെ ഏതാണ്ട് ഒരു കടൽ എന്നുണ്ടല്ലോ. എന്താണ്? അപ്പൊ മീൻ ഇഷ്ടമില്ലാത്ത കൊമ്മല്ലാതെ തിരിഞ്ഞ് ഉണ്ടല്ലേ, ചാടി പറയാ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അതുമായി ബന്ധപ്പെട്ട് ജീവിതം നയിക്കുന്നവരുണ്ടാകും. അല്ലാഹു അവർക്കും ബർക്കത്ത് നൽകട്ടെ. ഇവിടെ ശ്രദ്ധിക്കുക. അപ്പൊ ആ കരൾ റോസ്റ്റ് ചെയ്ത് നൽകും. ഇത് സ്വഹാബത്ത് കേട്ടപ്പോ സ്വഹാബത്ത് ചോദിക്കാൻ, ഞാൻ എങ്ങോട്ടാ പറഞ്ഞു കൊണ്ടുവരുന്നത്? കണ്ണും നാവും വലിയ ഭാഗ്യമുള്ള അവയവങ്ങളാണ് എന്നതിലേക്ക് സൂചിപ്പിച്ചു കൊണ്ടുവരാണ്. അതുകൊണ്ട് ഈ കണ്ണിനെയും നാവിനെയും സൂക്ഷിക്കണം. അതാണ് ആകെ പറഞ്ഞു കൊണ്ടുവരുന്നതിന്റെ ആകത്തുക. ഇവിടെ ശ്രദ്ധിക്കണം. ഈ രണ്ടവയവങ്ങളും വളരെയേറെ ശ്രേഷ്ഠതയുള്ള അവയവങ്ങളാണ്. മറ്റവയവങ്ങളെ പോലെ അല്ല എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. സ്വഹാബത്ത് ചോദിച്ച ഉടനെ, യാ റസൂലല്ലാഹ്
അഫിൽ ജന്നതി അൽഅക്ലു വശുറബു യാ ഹബീബല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലേ സ്വർഗ്ഗത്തിൽ ഭക്ഷണമുണ്ടോ കുടിനീരുണ്ടോ? സ്വർഗ്ഗത്തിൽ തീറ്റും കുടിയോ? എന്താ പരിപാടി അവിടെ? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആശ്ചര്യത്തോടുകൂടി അതിശയത്തോടുകൂടി ചോദിച്ച സഹാബത്തിനോട് പറയുകയാ, നഅം അസിയദ മിനദ് ദുനിയാ, ഈ ദുനിയാവിനേക്കാൾ കൂടുതലുണ്ട് സഹാബ, ഈ ദുനിയാവിനേക്കാൾ അധികമുണ്ട് സഹാബ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ഈ ദുനിയാവിൽ നിങ്ങൾ എത്ര കഴിക്കുന്നോ അതിന്റെ ഇരട്ടിയുണ്ട് എവിടെ? സ്വർഗത്തിൽ. അവിടെ ഭക്ഷണം ഉണ്ടോ എന്ന് ചോദിച്ച സ്വഹാബത്തിനോട് നബി കൊടുത്ത മറുപടി, അവിടെ ദുനിയാവിനേക്കാൾ കൂടുതലുണ്ട്. ദുനിയാവ് എത്രത്തോളം ഉണ്ടെന്ന് നമുക്കറിയാം അല്ലേ? കഴിച്ച് നമ്മളിപ്പോ ഭക്ഷണം കഴിച്ച് വാത് കഴിഞ്ഞ് വീട്ടിലേക്ക് എത്താം, അപ്പോഴും ഒരു മട്ടൻ ബിരിയാണി പള്ളിയിൽ നിന്ന് വന്നിട്ടുണ്ട്, നമ്മൾ ഒന്നും കൂടി ഒന്നിരിക്കും അല്ലേ? അത് രാവിലത്തേക്ക് വെക്കുവോ? ഒരല്പം ബർക്കത്തിനുള്ള എന്തിനെന്ന് എഴുതിയിട്ട് നമ്മൾ സ്വല്പം ഒന്ന് കഴിച്ചെങ്കിൽ രാവിലെ എഴുന്നേറ്റില്ലെങ്കിലോ അതുകൊണ്ട് ഇത് കഴിച്ചിട്ട് കിടന്നേക്കാം. ഇതാണ് നമ്മുടെ പരിപാടി. എത്ര കഴിച്ചെന്ന് പറഞ്ഞാലും ഉള്ള സ്റ്റേജായി പറഞ്ഞത് എന്ന് പറഞ്ഞാൽ നമ്മൾ വീണ്ടും വിടും. അതാണ് ദുനിയാവിലെ കഴിക്കല്. ഇതിന്റെ ഇരട്ടിയാണ് എവിടെ? സ്വർഗത്തിൽ. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഉസ്താദ്മാരെ ഭക്ഷണം മുത്തല്ലിമീങ്ങൾ അല്ലേ അട്ടിപ്പാത്രം കൊണ്ടുപോയിട്ട് അവസാനം വീട്ടിൽ നിന്ന് കഴിച്ചിട്ടുണ്ടാവും. മുത്തല്ലിമീങ്ങൾക്കൊക്കെ വീടുണ്ടാവും. എന്നാൽ ഈ അട്ടിപ്പാത്രത്തിൽ നിന്ന് അതിന്റെ ചിക്കനും മട്ടനും ഒന്ന് കഴിക്കും. ആ പാത്രം കഴിവ് വെക്കാൻ വേണ്ടി പോകുമ്പോ എന്തിനാ? അതൊരു ബർക്കത്ത്, റാഹത്ത്. അങ്ങനെ ഏത് മേഖലയിലും ഉണ്ടെന്നർത്ഥം. എല്ലായിടത്തും ഉണ്ട് ചെറുതായിട്ടിങ്ങനെ. അപ്പൊ ഭക്ഷണത്തോട് താല്പര്യം ഈ ദുനിയാവിന്റെ താല്പര്യത്തെക്കാൾ കൂടുതൽ ഭക്ഷണവും എവിടെ ഉണ്ടാകും? നാളെ സ്വർഗത്തിലുണ്ടാകും. അപ്പൊ വീണ്ടും സംശയം. സഹാബത്ത് ചോദിക്കുകയാണ്, അവർ കാഷ്ടിക്കുകയും മൂത്രിക്കുകയും ചെയ്യുകയില്ലയോ റസൂലേ? ഭക്ഷണം കഴിച്ചാൽ കാഷ്ടിക്കണ്ടയോ മൂത്രിക്കണ്ടയോ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ലാ യാ സഹാബ, അവർ ഭക്ഷണം കഴിച്ചാൽ കാഷ്ടിക്കുകയും വേണ്ട മൂത്രിക്കുകയും വേണ്ട, ബൽ യതറഖൂൻ, അവർ വിയർക്കുന്നതാണ്. അവരുടെ വിയർപ്പ് കടന്നു വരുന്നത് നാറ്റത്തിലൂടെയല്ല, കസ്തൂരിയുടെ സുഗന്ധമായിട്ടാണ് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ഫുഡ് കഴിച്ച വിയർക്കും വിയർപ്പിന്റെ ഗ്രന്ഥികളിലൂടെ കടന്നു വരുന്ന വിയർപ്പിന് കസ്തൂരിയുടെ സുഗന്ധമായിരിക്കും ഉണ്ടാവുക. അത്രയൊന്നും അടിക്കണ്ട, 2 പൊറോട്ട അടിച്ചാൽ മതി. മനസ്സിലാകുന്നുണ്ട്? ഭക്ഷണം കഴിക്കുമ്പോ എന്താണ്? വിയർക്കും. അപ്പൊ വിയർപ്പിന്റെ ഗ്രന്ഥിയിലൂടെ കടന്നു വരുന്നതോ നല്ല കസ്തൂരിയുടെ സുഗന്ധം. അപ്പൊ അവിടെ നല്ല മണം വരുമ്പോൾ മനസ്സിലാക്കണം ഓൻ ശരിക്കും ഫുഡ് അടിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കണം. അപ്പുറത്തെ റൂമിൽ നിന്ന് മണം ഇങ്ങനെ അടിക്കുമ്പോൾ മനസ്സിലാക്കണം എന്താണ്? ആള് നല്ല ഫുഡ് അടി തുടങ്ങിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി. കാരണം എന്താ? വിയർപ്പ് ഇങ്ങനെ കൂടും. വിയർപ്പ് അധികരിക്കുമ്പോ അതിന്റെ അടുത്ത് എന്താ? വിയർപ്പ് നമ്മളെയൊക്കെ ആണെങ്കിലും റബ്ബേ കെട്ട മണം, പെണ്ണുങ്ങൾ എഴുന്നേക്കത്തില്ല. സംഭവം ഇത് വേറെയാണ്. ഇത് നല്ല സുഗന്ധമാണ്, കസ്തൂരിയേക്കാൾ സുഗന്ധം. ഹദീസാണ് ഇതൊക്കെ. സുബ്ഹാനല്ലാഹ്, അങ്ങനത്തെ അവസ്ഥ. നമ്മുടെ ഇപ്പോഴത്തെ വിയർപ്പേ ആൾ അവിടെ ചെല്ലുമ്പോൾ തന്നെ ഇത് കസ്തൂരിയേക്കാൾ സുഗന്ധം. ഈ ദുനിയാവിൽ വെച്ചാൽ നബിക്ക് അങ്ങനെ ഉണ്ട്, ഹദീസിലുണ്ട്, സ്വഹീഹുൽ ബുഖാരി. ഞാനിപ്പോ അതിലേക്കൊന്നും പോകുന്നില്ല. നബിക്ക് തന്നെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഏത്? മുസലമ ബീവി റളിയല്ലാഹു അൻഹ നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, സ്വഹീഹുൽ ബുഖാരി, ആർക്കും നിഷേധിക്കാൻ പറ്റൂല. നബിതങ്ങൾ വരുമ്പോ ഞാനൊരു വിരിപ്പ് വിരിച്ചു കൊടുക്കും. മുസലമ ബീവി പറയാ, നബിയുടെ ഭാര്യയാണ് ഉമ്മു സലമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോകുമ്പോ ഞാൻ ആ വിരിപ്പ് എടുത്തിട്ട്, നബി നല്ല വിയർപ്പുള്ള വ്യക്തിയാണ്, മുസലമ ബീവി തന്നെ പറയാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നല്ല വിയർക്കുമായിരുന്നു. ഞാൻ ആ തുണി ഇങ്ങനെ എടുത്തിട്ട് ഞാൻ കുപ്പിയിലേക്ക് ഇങ്ങനെ പിഴിയും, വിയർപ്പ് ഇങ്ങനെ പിഴിയും. നമ്മൾ തോർത്ത് നല്ല വിയർക്കുന്ന സമയത്ത് തോർത്ത് പിഴിഞ്ഞാൽ ഉണ്ടാവും, നമ്മൾ ഇട്ടിരിക്കുന്ന ബനിയം പിഴിഞ്ഞെടുക്കാണ്ടാവും. അതേപോലെ ഇതിങ്ങനെ പിഴിഞ്ഞിട്ട് ആ കുപ്പിയിലാക്കി വെക്കും. എന്ന് പറയാം നല്ല സുഗന്ധമാണ്, നല്ല സുഗന്ധമാണ്. ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ വരുമ്പോ അതുപോലെ തന്നെ സുഗന്ധത്തിന് വേണ്ടിയൊക്കെ ആവശ്യത്തിന് ഞങ്ങൾ ഇത് പുരട്ടാറുണ്ടായിരുന്നു. ആര് പറയാ? ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ. ഹദീസാണ്, സ്വഹീഹുൽ ബുഖാരിയിലുണ്ട്. ഞാൻ അതിലേക്ക് നമ്മുടെ വിഷയം ബറക്കത്ത് എന്നുള്ളൊരു വിഷയമല്ല, എങ്കിലും ഞാൻ സൂചിപ്പിച്ചതാണ്. ചിലർ അങ്ങനെ പറയുമ്പോൾ ചുമ്മാ അടിക്കുകയാണോ മൂപ്പര്, അങ്ങനെയൊന്നും ഇല്ലാന്ന് കരുതണ്ട, ഹദീസാണ്. അപ്പൊ നബിക്ക് ഈ ദുനിയാവിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നബിയുടെ ശരീരത്തിൽ നിന്ന് വരുന്നത് എന്തായിരുന്നു?
വിയർപ്പ് എന്തായിരുന്നു? സുഗന്ധം മിസ്കായിരുന്നു, കസ്തൂരിയായിരുന്നു. നമുക്കിത് ആഖിറത്തിലെത്തുമ്പോൾ കിട്ടും. അള്ളാഹു തൗഫീഖ് തരട്ടെ. സ്വർഗത്തിലെത്തണം കേട്ടോ, എങ്കിലേ ഉള്ളു കിട്ടുള്ളൂ. അള്ളാഹു തൗഫീഖ് തരട്ടെ. നരകത്തിലാണെ പറയണ്ട, അള്ളാഹു കാക്കട്ടെ. അപ്പൊ ഇങ്ങനെ ഫുഡ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് സ്വഹാബത്ത് വലിയ ആശ്ചര്യത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സ്വഹാബാ സ്വഹാബാ, ജനങ്ങൾ മുഴുവനും വലിയ സുഖത്തിലും ആസ്വാദനത്തിലും കഴിഞ്ഞു പോയാണ്. സ്വർഗത്തിൽ കഴിയുന്ന ഓരോരുത്തരും വലിയ സുഖത്തിലാണ് കഴിയുന്ന. ഓരോരുത്തരും ചിന്തിക്കും, എന്നേക്കാൾ വലിയ സുഖലോലുപത മറ്റാർക്കുമില്ല, മറ്റാർക്കുമില്ല. എന്റെ അത്ര ആസ്വാദനം വേറെ ആർക്കും ഇല്ല. അങ്ങനെയാണ് ഓരോരുത്തരും കരുതുക. ആ രീതിക്കാണ് അവരുടെ ആസ്വാദനത്തിന്റെ മർത്തബ, ദറജ അല്ലാഹു സ്വീകരിച്ചിട്ടുള്ളത്. ഹദീസിൽ കാണാം, ഏറ്റവും താഴത്തെ തട്ടിലുള്ളവന് തന്നെ 1000 ഖാദിമീങ്ങളുണ്ട്. സയ്യിദുനാ റസൂലുള്ളാഹി 1000 പേരാ സേവകര്. അവന്റെ ചെരുപ്പ്, വടി, അവന്റെ എല്ലാ സാധനങ്ങളും എടുക്കാൻ വേണ്ടി 1000 പേര് നമുക്കിങ്ങനെ ഖിദ്മത്ത് എടുക്കാൻ, സേവനം ചെയ്യാനുണ്ടെങ്കിലും ചിന്തിച്ചു നോക്കി. പലരും ചെയ്യേണ്ടി വരും. നമ്മൾ മലമൂത്ര വിസർജനം ഇല്ലല്ലോ, പിന്നെന്താ ഉള്ളത്? ആകരുത് വല്ലതും കഴിക്കുക, വേറെ പരിപാടിയൊന്നുമില്ല. 1000 പേരെ സേവനത്തിന് കിട്ടിയാലുള്ള അവസ്ഥ എന്താ? വേണ്ട ഒരാളെ ഉള്ളിപ്പോടെ ഭാര്യ, അവളെ തന്നെ നമ്മൾ വിളിക്കുക. രാവിലെ പത്രം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ നടുവിലത്തെ താളിങ്ങനെ പറന്നങ്ങോട്ട് പോയി. അടുക്കളയിൽ ഇരിക്കുന്നതോടുകൂടി ആ പത്രം ഒന്ന് എടുത്ത് താഴെ കിടക്കുക സംഭവം. ഇവന് കുഞ്ഞെടുത്താൽ മതി. അത് തന്നെ നമ്മൾ പെണ്ണുങ്ങളെ വിളിച്ചാൽ അടുക്കളയിൽ നിന്ന് വിളിപ്പിച്ചിട്ട് വേണം എടുപ്പിക്കുന്നത്. ഒരാളെ കിട്ടിയപ്പോൾ ഉള്ള അവസ്ഥയാണ്. അപ്പൊ 1000 പേരെ കിട്ടിയാൽ എന്തായിരിക്കും അവസ്ഥ? നിന്റെ കൂടെ എപ്പോഴും ഉണ്ടാവും, വേറൊരു പണിക്കൊന്നും പോവില്ല. മറ്റേത് മക്കളെ നോക്കണം, അവരെ നോക്കണം, ഇതൊക്കെ നിന്നെ നോക്കണം, മക്കളെ നോക്കണം, കുടുംബം നോക്കണം, വേറെ ഒരുപാട് ഉത്തരവാദിത്തങ്ങളാണ് ഭാര്യയ്ക്കുള്ളത്. ഇതങ്ങനെയല്ല, നിനക്ക് മാത്രം ഖിദ്മത്തിന്, സേവനത്തിനായിട്ട് 1000 പേരാണ്. ഏറ്റവും താഴത്തെ തട്ടിൽ സ്വർഗത്തിലുള്ളവനെ കിട്ടുന്നത് ഇതാണ്, സയ്യിദുനാ റസൂലുള്ളാഹി. ചിന്തിച്ചു നോക്കിയാൽ മുകളിലോട്ട് എത്രയായിരിക്കും? അതുകൊണ്ട് തന്നെ ഓരോരുത്തരും കരുതും, എനിക്ക് നൽകിയതുപോലെ നിഅമത്ത്, അനുഗ്രഹം വേറെ ആർക്കും നൽകിയിട്ടില്ല എന്ന് കരുതും. അങ്ങനെ കരുതും. അങ്ങനെയാണ് മുന്നോട്ട് പോവുക. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സ്വർഗ്ഗത്തിൽ വസിക്കുന്ന ഓരോരുത്തരും സുഖലോലുപതയിൽ മുഴുകിക്കൊണ്ടിരിക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകൾ മുഖേന ചോദിക്കുകയാണ്, അതുരീദൂന അസിയത മിൻ ഹാദാ, ഇതിനേക്കാൾ വല്ലതും നിങ്ങൾക്ക് വേണോ? വേണോ? ഇതിനേക്കാൾ വല്ലതും അധികമായിട്ട് വേണോ? വേണോ? അല്ലയോ ജനങ്ങളെ, ജനങ്ങളെ, നിങ്ങൾ ഇതിനേക്കാൾ വല്ലതും കൂടുതലായി ആഗ്രഹിക്കുന്നുണ്ടോ? ആഗ്രഹിക്കുന്നുണ്ടോ? അവർ വിളിച്ചു പറയുമത്രേ, വിളിച്ചു പറയുമത്രേ, ലാ ഹാദാ അസിയദു യാ അല്ലാഹ്. ഒന്നുമില്ല പടച്ച റബ്ബേ, ഒന്നുമില്ല പടച്ച റബ്ബേ, ഞങ്ങൾ മനസ്സിൽ കരുതിയതിനേക്കാൾ, ഞങ്ങളുടെ കണ്ണുകൊണ്ട് ഇന്നവരെ കണ്ടിട്ടുള്ളതിനേക്കാൾ, ഞങ്ങളുടെ ഹൃദയം കൊണ്ട് ഇന്നുവരെ ചിന്തിച്ചിട്ടുള്ളതിനേക്കാൾ, ഞങ്ങളുടെ കാതുകൊണ്ട് ഇന്നുകൊണ്ട് കേട്ടിട്ടുള്ളതിനേക്കാൾ വലിയ ആസ്വാദനമാണ് നീ നൽകിയിട്ടുള്ളത്. ഇതിനേക്കാൾ വലുത് ഞങ്ങളുടെ മനസ്സിലില്ല റബ്ബേ, ചിന്തയിലില്ല അല്ലാഹ്. അസിയദു യാ അല്ലാഹ്, ഇത് തന്നെ കൂടുതലാണ് പടച്ച റബ്ബേ എന്ന് അല്ലാഹുവിനോട് പറയുമോ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഫയുക്ശഫുൽ ഹിജാബ്, അവർക്കിടയിലും റബ്ബിനിടയിലുമുള്ള മറയങ്ങ് നീക്കുമേ, നീക്കുമേ. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിനെ കാണുകയാണ്, കാണുകയാണ്. ഈ ലോകത്തിന്റെ തമ്പുരാനായ, ജഗന്നിയന്താവായ, പരിപാലകനായ പടച്ച റബ്ബിന്റെ സൗന്ദര്യത്തെ ദർശിക്കുകയാണ്. ഇന്നക്കും സതറൂന റബ്ബക്കും കമാ തറൂന ലൈലത്തുൽ ബദ്രി സദഖ റസൂലുള്ളാഹി. പൂർണ്ണചന്ദ്രനെ, 14ആം ചന്ദ്രനെ നിങ്ങൾ കാണുന്നത് പോലെ നാളെ അല്ലാഹുവിനെ നിങ്ങൾ ഞങ്ങളുടെ നേത്രങ്ങൾ കൊണ്ട് ദർശിക്കുമേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതായ വാക്യം പുലരുകയാണ്. ഈ ലോകത്തിന്റെ തമ്പുരാനെ നേരിട്ട് കാണുകയാണ്. അല്ലാഹുവിന്റെ റസൂലാകുന്ന ലോകത്തെ ഏറ്റവും സുന്ദരനാകുന്ന പ്രവാചകനെ സൃഷ്ടിച്ച, യൂസുഫ് നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ച, ഈ ലോകത്തുള്ള സർവ്വ സൃഷ്ടിജാലങ്ങളെയും സൃഷ്ടിച്ച, അതിന്റെ സർവ്വ മനോഹാരിത
നൽകിയ പടച്ച തമ്പുരാൻ എത്ര വലിയ സൗന്ദര്യമുള്ളവനാ. ആ പടച്ച റബ്ബിനെ നേരിട്ട് കാണുകയാണ്. അവൻ ലോകത്ത് കണ്ടിട്ടുള്ള സർവ്വ സൗഭാഗ്യങ്ങളും അതുവരെ കണ്ടുകൊണ്ടിരിക്കുന്ന സൗഭാഗ്യങ്ങളും എല്ലാം മറക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഉറപ്പെടുത്തുകയാണ്, പടച്ച റബ്ബിനെ കാണുന്നതിലൂടെ അവർ അതുവരെ അനുഭവിച്ച സർവ്വ സൗഭാഗ്യങ്ങളും അവർ മറന്നു പോവുകയാണ്. അല്ലാഹുവിനെ നഗ്നനേത്രങ്ങൾ കൊണ്ട് ദർശിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. കണ്ണുകൊണ്ട് പടച്ച റബ്ബിനെ നേരിട്ട് കാണും. ഏത് കണ്ണുകൊണ്ട്? ഈ കണ്ണുകൊണ്ട് കാണും. പക്ഷെ ഈ കണ്ണുകൊണ്ട് ഈ ദുനിയാവിൽ നീ ഹറാമ് കാണാൻ പാടില്ല. അതേ കണ്ടീഷനുള്ളൂ. മനസ്സിലായില്ല? ഇത് ഭാഗ്യമുള്ള ഒരു അവയവമാണ്. ഈ അവയവം കൊണ്ട് അള്ളയെ ഒന്ന് നേരിട്ട് കാണണമെങ്കിൽ ഈ ദുനിയാവിൽ നീ ഹറാമ് കാണാൻ പാടില്ല എന്നാ പറഞ്ഞതിന്റെ വലഹാസ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇതുവരെ കണ്ടുപോയല്ലോ, തൗബ ചെയ്തോ. നീ ഇന്ന് വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ കണ്ടിട്ടുണ്ടോ? മരിച്ചുപോയ നിന്റെ ഉപ്പയും ഉമ്മയും സാലിഹീങ്ങളായ സജ്ജനങ്ങളാകുന്ന ആളുകളെ പോലും കാണാത്ത സഹോദര സഹോദരിമാരില്ലേ? എന്തുകൊണ്ട്? നിന്റെ കണ്ണുകൾ മലീമസമായിരിക്കുന്നു. നിന്റെ കണ്ണുകൾ കൊണ്ട് മോശപ്പെട്ടതായ ശൈലി അവലംബിച്ചിരിക്കുന്നു. അശ്ലീലത കണ്ടുകൊണ്ട് നിന്റെ കണ്ണ് നിറച്ചിരിക്കുന്നു. അതുകൊണ്ട് നിന്റെ പാവപ്പെട്ട ഉമ്മയും ഉപ്പയെ പോലും നിനക്ക് കിനാവ് കാണാൻ പറ്റുന്നില്ല. മരിച്ചിട്ട് വാപ്പയും ഉമ്മയും പോലും കാണുന്നില്ല. പിന്നല്ലേ അള്ളയെ? എന്തുകൊണ്ട്? നിന്റെ കണ്ണതുപോലെ പോയിരിക്കുകയാണ്. പാപ്പായും ഉമ്മായും പോലും നിന്റെ കിനാവിൽ വരുന്നില്ല. കാരണം അവരിച്ചിരി കൂടെ സാലിഹ്യങ്ങളായിരുന്നു. മനസ്സിലായിക്കോ? അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. മുത്തുനബിയെ കണ്ടിട്ടില്ല. സലഫ് സാലിഹീങ്ങളാകുന്നവർ എത്ര മഹത്തുക്കളെ നീ കണ്ടിട്ടില്ല. ഇവിടെ ജീവിച്ചിരുന്ന എത്രയോ സാലിഹീങ്ങൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ദർശിച്ചവരാണ്, കിനാവ് കണ്ടവരാണ്. എന്തേ നിനക്കും നമുക്കും കാണാൻ പറ്റാതെ പോയത്? എനിക്കും നിങ്ങൾക്കും കാണാൻ സാധിക്കാത്തത് നമ്മുടെ കണ്ണുകൾ മലീമസമായി പോയി. കണ്ണുകൾ നന്നാവണം. കണ്ണിന് റെഡിയാക്കി എടുക്കണം. കണ്ണ് നോക്കണം. എങ്ങോട്ട് നോക്കണം? കുറച്ച് സ്ഥലങ്ങളുണ്ട്, ഞാൻ പറഞ്ഞുതരാം. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഒന്ന്, നിന്റെ വാപ്പയുടെ ഉമ്മയുടെ മുഖത്ത് ഇടയ്ക്കൊന്ന് നോക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. മാതാപിതാക്കളുടെ മുഖത്ത് നോക്കിയിരിക്കൽ കൂലി സയ്യിദുനാ റസൂലുള്ളാഹി. അള്ളാഹു തൗഫീഖ് തരട്ടെ. രണ്ട്, വിശുദ്ധമായ ഖുർആനിൽ നീ ഇടയ്ക്കിടെ നോക്കണം എന്ന് പറഞ്ഞ് ഡെയിലി നോക്കാതിരിക്കാൻ പാടില്ല. ഡെയിലി നോക്കേണ്ട സാധനമാണത് ഖുർആൻ. വാട്സാപ്പും ഫേസ്ബുക്കും ഒന്നും നോക്കിയില്ലയോ? ഖുർആൻ നോക്കൽ നിർബന്ധം. അള്ളാഹു തൗഫീഖ് തരട്ടെ. അങ്ങനെ നീ അതിലേക്ക്, അള്ളാഹുവിന്റെ കലാമാണ്, ഈ റബ്ബിന്റെ കലാമിലേക്ക് നോക്കിയാൽ റബ്ബിലേക്ക് നോക്കാൻ നിനക്ക് സാധിക്കും. അള്ളാഹു തൗഫീഖ് തരട്ടെ. നിന്നെ കണ്ണതിൽ റെഡിയാകാൻ. നിങ്ങൾ കണ്ടിട്ടില്ലേ, വയസ്സ് എന്ന ഉമ്മമാരുണ്ടാകും, 60, 70, 80 ഒക്കെ എത്തിയിട്ടുണ്ടാവും. എന്നാലും അവര് ഖുർആൻ ഓതുന്നതിന് ഒരു കുഴപ്പമില്ല. അങ്ങനത്തെ ഉമ്മമാരുണ്ട്, അടിപൊളിയായിട്ട് ഖുർആൻ ഓതും. ചെറുപ്പക്കാർ ഓതുന്നതിനേക്കാൾ വൃത്തിയായിട്ട് ഓതും. ചെറുപ്പക്കാർ അക്ഷരം പിടിക്കലുണ്ടാവില്ല. കാരണം അവര് ഖുർആനുമായി ബന്ധപ്പെട്ട് നിലകൊണ്ട് റബ്ബ് അവരുടെ കണ്ണിനെ തിരഞ്ഞെടുത്തു, ഖൈറിന് വേണ്ടി തിരഞ്ഞെടുത്തു. നമ്മളെ തിരഞ്ഞെടുത്തിട്ടില്ല എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഒരു ദിവസം നിനക്ക് യാസീൻ ഓതാൻ കഴിയുന്നില്ല എങ്കിൽ വിശുദ്ധ ഖുർആനിലെ ഖൽബാണ് സൂറത്ത് യാസീൻ. റസൂൽ പറഞ്ഞതല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇന്ന ലികുല്ലി ശൈഇൻ ഖൽബാ വ ഖൽബുൽ ഖുർആനി സൂറത്തു യാസീൻ. എല്ലാ വസ്തുക്കൾക്കും ഹൃദയമുണ്ട് സാബ. വിശുദ്ധ ഖുർആനിന്റെ ഹൃദയം യാസീനാണ്. ആ യാസീൻ സൂറത്ത് ഡെയിലി പാരായണം ചെയ്യാൻ നിനക്ക് കഴിയുന്നില്ല എങ്കിൽ പടച്ച റബ്ബ് നിന്നെ തിരഞ്ഞെടുത്തിട്ടില്ല. അല്ലാഹുവിനെ കാണാൻ തിരഞ്ഞെടുത്തിട്ടില്ല. അല്ലാഹുവിനെ കാണണ്ടേ ഈ കണ്ണുകൊണ്ട്? ലോകത്ത് ഏതൊക്കെ വസ്തുക്കളെ നീ കണ്ടിട്ടുണ്ട്? ഈ അടുത്തൊരാളെ കണ്ടു. കാസർഗോഡ് ജില്ലയിലെ ചെറുവത്തൂർ ദേശത്തുള്ള ഒരു സഹോദരനാണ്. നിങ്ങൾ നെറ്റിൽ പരതിയാൽ മതി. ചാനലാണ്, മീഡിയ വൺ എന്ന് തോന്നുന്നു. ഒരു ചാനലിൽ അദ്ദേഹത്തിന്റെ ഒരു ജീവിതം കൊടുത്തിട്ടുണ്ട്. റിട്ടയർഡ് ഉദ്യോഗസ്ഥനാണ്, സർക്കാർ ഉദ്യോഗസ്ഥനെ കണ്ടത്. അദ്ദേഹം ഒരു 8 ലക്ഷം രൂപ മുടക്കിയിട്ട് ഒരു പൂള് ഉണ്ടാക്കിയിട്ട് അതിനുള്ളിൽ ഇങ്ങനെ ചാടിക്കളിക്കുക, റാഹത്തായിട്ട്. നല്ല ആൾ പറയുന്നുണ്ട്, ജീവിതം ആസ്വദിക്കാനുള്ളതല്ലേ, ആസ്വദിച്ച് തീർക്കുക. ഇതായിക്കോട്ടെ, അദ്ദേഹത്തിന്റെ പോളിസിയാണ് പറഞ്ഞത്.
8 ലക്ഷം രൂപയ്ക്ക് ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കി, ഒരു 2 മുറി വീടും കാര്യങ്ങളും, വേറെ ആരും ഇല്ല, അദ്ദേഹത്തിന് കുടുംബമൊന്നുമില്ല. എന്നിട്ട് ഇതിന് എപ്പോഴും ഇരുന്ന് നീന്തി കളിക്കുക, റാഹത്തെ ഇതിന് മുങ്ങാങ്കുഴി ഇട്ട് കളിക്കുക. 8 ലക്ഷം രൂപയ്ക്ക് സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കിയിട്ട് ഇവിടെ കേരളത്തിലെ അവസ്ഥയാണ് ഈ പറയുന്നത്. കാസർഗോഡ് ചെറുവത്തൂർ ദേശത്തുള്ള ഒരു സഹോദരൻ നടക്കുന്ന പരിപാടികളാണ്. ചിന്തിച്ചു നോക്ക്, എത്ര ആളുകളുണ്ടപ്പോൾ. അപ്പൊ ഇതൊക്കെ ഭൗതികതയുടെ ആസ്വാദനത്തിൽ മുഴുകി ജീവിക്കുന്ന ഒരുപാട് ആളുകൾ അങ്ങനെയുണ്ട്. ഒരുപാട് ആളുകളുണ്ട്. ദുന്യാവാണ് അവരുടെ സ്വർഗം, ദുന്യാവിൽ ഒരു സ്വർഗം പണിത് തീർക്കുന്നു. ഇവിടെ കൊണ്ട് തീരെയാണ്, എല്ലാം തീരെയാണെന്ന് കരുതി ജീവിക്കുന്ന ആളുകളുണ്ട്. നമ്മൾ മോമിനികൾ അങ്ങനെയല്ല. ആഖിറമുണ്ട്, സ്വർഗമുണ്ട്, നരകമുണ്ട്, ചോദ്യമുണ്ട്, മഹ്ശറയുണ്ട്, ഖബറുണ്ട്, മരണമുണ്ട്. ഇതൊക്കെ ചിന്തിച്ചുകൊണ്ട് കഴിയുന്നവരാണ് മോമിനികൾ. നമ്മളങ്ങനെയാണ്. നമ്മൾ അതുകൊണ്ട് അതിനനുസരിച്ച് അമൽ ചെയ്യണം, അതിനനുസരിച്ച് അമൽ ചെയ്തേ പറ്റൂ. അപ്പൊ ജീവിതം ചിട്ടപ്പെടുത്തണം, ജീവിതം ചിട്ടപ്പെടുത്തിയേ പറ്റൂ. മോശമായ ശൈലിയിൽ നീ പോകാൻ പാടില്ല. നിന്റെ ശരീരത്തിന്റെ അവയവങ്ങളെ നീ കൂച്ചുവിലങ്ങടങ്ങണം. മോശമായ ശൈലിയിലേക്ക് ഒരിക്കലും പോകാൻ പാടില്ല. ഒരശ്ലീല ചുവയുള്ള സംസാരത്തിലേക്ക് നീ പോകാൻ പാടില്ല. എന്തുകൊണ്ട്? നിന്റെ നാവ് ഏറ്റവും കൂടുതൽ ഭാഗ്യമുള്ള അവയവമാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഏറ്റവും കൂടുതൽ ഭാഗ്യമുള്ള അവയവമാണ്. 2 അവയവങ്ങളാണ് ഏറ്റവും ഭാഗ്യമുള്ളത്. ഒന്ന് കണ്ണ്, അള്ളാഹുവിനെ കാണാൻ കഴിയുന്ന അവയവമാണ്, ഏറ്റവും ശ്രേഷ്ഠതയുള്ള അവയവമാണ്. ഈ ലോകത്തെ ഏറ്റവും സൗന്ദര്യവാനായ അള്ളാഹു, അല്ലെ? അള്ളാഹുവിലെ ഏറ്റവും സൗന്ദര്യവാൻ മുത്തുനബിയാണ് ഏറ്റവും സൗന്ദര്യമുള്ള വ്യക്തി. ആ സൗന്ദര്യമുള്ള വ്യക്തിയെ സൃഷ്ടിച്ച അള്ളാഹു അല്ലേ അതിനേക്കാൾ സൗന്ദര്യമുള്ളവൻ. നമ്മൾ ലോകത്തുള്ള മുഴുവൻ സ്ഥലങ്ങളും പോയി കാണുന്നുണ്ട്, എല്ലാ സ്ഥലങ്ങളും പോയി ദർശിക്കുന്നുണ്ട്. ഈ ചെറുവത്തൂർ ദേശത്തുള്ള സഹോദരനും പറയുന്നുണ്ട്, എനിക്കിനി ആഗ്രഹങ്ങളൊന്നുമില്ല, ഞാൻ എല്ലാ സ്ഥലങ്ങളും അവിടെ പോകുന്നുണ്ട്, ഇവിടെ പോകുന്നുണ്ട്, ഇനി എനിക്ക് അമേരിക്കയിൽ ഇന്നടുത്ത് പോകണം എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങളാണ്, പല സ്ഥലങ്ങൾ കാണണം. ചിലർക്ക് ആഗ്രഹം ഉണ്ടാവും, ചെറുപ്പത്തിൽ തന്നെ എനിക്കൊന്ന് വണ്ടർലയിലൊന്ന് പോയി തുള്ളണം. കുട്ടികളുടെ ആഗ്രഹം, എനിക്കൊന്ന് ലുലു മാള് കാണണം. 70 വയസ്സുള്ള ഇളവന്റെ ആഗ്രഹം അതാണ്. ചിലർക്ക് ആഗ്രഹം ഇതൊന്നുമല്ല, എനിക്കൊരു ചെറിയ സ്നിക്കേഴ്സ് കഴിക്കണം, മിഠായി. ചിലർക്ക് ലേസ് കഴിച്ചാൽ മതി, കൊച്ചുപിള്ളേർക്ക് കിൻഡർ ജോയ് മതി. ഓരോരുത്തരും ഓരോ ആഗ്രഹങ്ങളാണ്. അവർക്ക് ആ ആഗ്രഹങ്ങൾക്ക് അപ്പുറത്തേക്കില്ല. വലുതാവുമ്പോൾ വീണ്ടും തുടങ്ങും, താജ്മഹൽ ഒന്ന് കണ്ടാൽ കൊള്ളാം, ഡൽഹി വരെ ഒന്ന് പോകണം. ഓരോരുത്തരും ഓരോ ആഗ്രഹങ്ങളാണ്. ചിലർക്ക് മദീന ഒന്ന് കാണണം, മക്ക ഒന്ന് കാണണം. ഇങ്ങനെ ഇവൻ ദുനിയാവിൽ കണ്ടു തീർത്തതാകുന്ന ആസ്വാദനങ്ങളൊക്കെ കണ്ടു തീർത്താലും ഇതൊക്കെ സൃഷ്ടിച്ചതായ അള്ളാഹു എത്ര വലിയ സൗന്ദര്യവാനാണ് എന്ന് നിനക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. നിന്റെ ചിന്തയ്ക്കപ്പുറമാണ് സൗന്ദര്യം. പക്ഷെ അള്ളാഹു എത്ര വലിയ സൗന്ദര്യവാനാണ്, ഇതിനേക്കാളൊക്കെ ഉപരിയാണ് എന്ന് നിനക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ റബ്ബിനെ കാണണ്ടേ നീ ഒന്ന് ചിന്തിക്ക്. കാണണമെങ്കിൽ ഈ ദുനിയാവിൽ നീ കണ്ണുകൊണ്ട് ഹറാമ് കാണാൻ പാടില്ല ആണോ പറഞ്ഞതിന്റെ അർത്ഥം. ഇനി കാണാൻ പാടില്ല. ഇത്രയും നാള് കണ്ട് ഇന്നിപ്പോ വാത് കഴിഞ്ഞ് പോയത് മുതൽ ഇനി ശ്രദ്ധിക്കാം, എല്ലാ അശ്ലീലതയും കളഞ്ഞിട്ട് നമ്മൾ ഇനി നന്നാകുകയാണ്. അങ്ങനെ ഒരു ചിന്ത നിന്റെ മനസ്സിൽ വെച്ചോ, റബ്ബ് നിന്നെ തിരഞ്ഞെടുത്തു എന്നർത്ഥം. ഇനി അധിക ജീവിതമൊന്നും ഇല്ല, ഒരു കുറഞ്ഞ കാല ജീവിതമേ ഉള്ളൂ. അടയാളങ്ങളൊക്കെ ഏകദേശം വന്നു കഴിഞ്ഞിട്ടുണ്ട്. അള്ളാഹു നമുക്ക് ഈമാൻ സലാമത്താക്കി തെരുമാറാവട്ടെ. അവസാന കാലഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, അവസാന യുഗത്തിലേക്ക് എത്തിയിരിക്കാൻ ഇനി ഒരുപാടൊന്നും ഇല്ല. അതുകൊണ്ട് കുറഞ്ഞ കാലഘട്ടമാണ് ഉള്ളത്. ആ ഉള്ള കാലഘട്ടത്തിൽ ഈമാൻ ശരിക്കും മുറുകെ പിടിച്ചു. എല്ലാ അടയാളങ്ങളും വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ള ചെറിയ അടയാളങ്ങൾ, ഇനി വലിയ വലിയ അടയാളങ്ങൾ, ദജ്ജാൽ വരിക, ഇമാം മഹ്ദി വരിക, യജൂജ് മജൂജ്, ഈസാ നബി വരിക, അങ്ങനത്തെ ചില അടയാളങ്ങൾ ഒഴികെ ബാക്കിയൊക്കെ വന്നിട്ടുണ്ട്. ഏതാ വരാത്തത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, കണ്ണിനെ സൂക്ഷിക്കുന്നത് പോലെ നിന്റെ നാവിനെയും നീ ശ്രദ്ധിക്കണേ. കാരണം ഭാഗ്യമുള്ള അവയവമാണ് നാവ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് ഒരു അറാബിയായ ഗ്രാമീണനായ മനുഷ്യൻ വന്നുകൊണ്ട് മുത്തുനബിയോട് ചോദിക്കുകയാണ്, ഔസിനി യാ റസൂലല്ലാഹ്, എനിക്കൊന്ന് വസിയത്ത് നൽകണേ റസൂലേ, എന്നെ ഒന്ന് ഉപദേശിക്കണേ റസൂലേ, എനിക്കൊരു നിർദ്ദേശം നൽകണേ റസൂലേ. അല്ലാഹുവിന്റെ റസൂലുടനെ അവനോട് പറയുകയാണ്, ആഖിദം ബിലിസാനിഹി ബിയദിൽ ഐസർ, തന്റെ ഇടത് കൈ കൊണ്ട് നാവിനെ പിടിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ അവന് ഉപദേശം നൽകുകയാണ്. അല്ലയോ സോദരാ, എന്നെ ഒന്ന് ഉപദേശിക്കണേ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരാ, നിനക്ക് ഞാൻ നൽകുന്ന
ഉപദേശം ഒന്ന് മാത്രമാണ്. നിന്റെ ഈ നാവിനെ നീ ഹറാമിനെ തൊട്ട് സൂക്ഷിക്കണേ. മോശമായ സംസാരം നിന്റെ ജീവിതത്തിൽ പാടില്ല, മോശമായ ഭാഷണം നിന്റെ ജീവിതത്തിൽ അരുതേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി പഠിച്ചു വെക്കേണ്ട പാഠമാണ്. ക്ലാപ്പനയിലുള്ള ഓരോ മുസ്ലിം സഹോദര സഹോദരിമാരും ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് അധ്യാപനം നടത്തേണ്ട പാഠമാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്യമാണ്. എന്നെ ഒന്ന് ഉപദേശിക്കണേ എന്ന് പറഞ്ഞപ്പോ നീ 5 വക്ത് നമസ്കരിക്കണേ, നീ റമദാനിൽ നോമ്പ് പിടിക്കണേ, നീ പാവങ്ങൾക്ക് സകാത്ത് കൊടുക്കണേ, പട്ടിണി കിടക്കുന്നവന്റെ പട്ടിണി മാറ്റണേ, നിരാലംബര കവലംബമാകണേ, നീ പരിശുദ്ധമായ കഅബയെ പോയി തവാഫ് ചെയ്തുകൊണ്ട് സഫാ മറുപടിയിൽ സഅയ് ചെയ്തുകൊണ്ട് ഉംറ നിർവഹിച്ച് ഹജ്ജ് നിർവഹിച്ചിട്ട് വരണേ എന്നല്ല പറഞ്ഞത്. നീ നിനക്ക് നൽകുന്ന ഏറ്റവും വലിയ വസിയത്ത് നിന്റെ നാവിനെ സൂക്ഷിക്കലാണ്. നിന്റെ നാവിൽ കിടക്കുന്ന എല്ലില്ലാത്തതാകുന്ന അവയവം അതൊന്ന് സൂക്ഷിക്കണേ. 2 അവയവങ്ങൾ ആരൊരുവൻ സൂക്ഷിച്ചാൽ അവന് ഞാൻ സ്വർഗം കൊണ്ട് ജാമ്യം നിൽക്കാം. റസൂലുള്ളാഹി പറഞ്ഞ വാക്യമല്ലയോ? എല്ലില്ലാത്ത 2 അവയവമാണത്. ഒന്ന് നാവാണ്, മറ്റൊന്ന് ലൈംഗിക അവയവമാണ് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലയോ? മയ്യദ്മല്ലി മാ ബൈന ലഹിയൈഹി വമാ ബൈന ഫഖദൈഹി അല്ലമല്ലഹുൽ ജന്ന. ആരൊരുവന്റെ തുടയെല്ലുകൾക്കിടയിലുള്ളതാകുന്ന അവന്റെ പരിശുദ്ധമാക്കപ്പെട്ട തുടയെല്ലുകൾക്കിടയിലുള്ളതാകുന്ന ലൈംഗിക അവയവവും അവന്റെ നാവുകൾക്കിടയിലുള്ളതാകുന്ന അവന്റെ താടിയെല്ലുകൾക്കിടയിലുള്ള നാവ് കൊണ്ടും ആരൊരുവൻ എനിക്ക് ജാമ്യം നിന്നാൽ ഈ 2 അവയവങ്ങളെയും ഞാൻ സൂക്ഷിച്ചു കൊള്ളാമെന്ന് ജാമ്യം നിന്നാൽ അല്ലാഹുൽ ജന്ന, സ്വർഗം കൊണ്ട് ഞാൻ അവന് ജാമ്യമാണ്. ഹബീബായ റസൂലുള്ളാഹി. കഴിയുമോ സഹോദര, കഴിയുമോ പെങ്ങളെ? നിന്റെ ലൈംഗിക അതിക്രമങ്ങൾ, നിന്റെ മോശപ്പെട്ട ശൈലികൾ എല്ലാം നിന്റെ മോശപ്പെട്ട അവയവങ്ങൾ കൊണ്ടുണ്ടായതല്ലയോ? എല്ലാ ചിന്തകളും അതിലൂടെ ഉടനെടുത്തതല്ലയോ? നിന്റെ ചിന്തകളെ ഒന്ന് ശ്രദ്ധിക്കണേ, നിന്റെ അവയവങ്ങളെ ഒന്ന് കൂച്ചുവിലങ്ങടങ്ങണേ. എന്തുകൊണ്ടെന്നറിയുമോ? ഈ അവയവങ്ങളെ ഒന്ന് കൂച്ചുവിലങ്ങിട്ടാൽ നിനക്ക് തീർച്ചയായും സ്വർഗമാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ ഒരു മരണ വീട്ടിലേക്ക് ചെല്ലുമ്പോ റസൂലുള്ളാഹിയുടെ അടുക്കലേക്ക് സഹാബത്ത് വന്നു കൂടുകയാണ്. മരിച്ചു കിടക്കുന്ന സഹാബിയുടെ ജനാസ റസൂലുള്ളാഹി ദർശിക്കുകയാണ്. സഹാബത്ത് വന്നുകൊണ്ട് റസൂലുള്ളാഹിയോട് പറയുകയാണ്, അബ്ശിറൂഹു ബിൽ ജന്ന യാ റസൂലല്ലാഹ്. നബിയേ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കൂ റസൂലേ. പാവപ്പെട്ട മനുഷ്യനാണ് റസൂലേ, അദ്ദേഹത്തെ സ്വർഗം കൊണ്ട് അവിടുന്ന് സന്തോഷ വാർത്ത അറിയിക്കണേ റസൂലേ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ലാ ഇല്ല സാബ, ഇദ്ദേഹം സ്വർഗത്തിലാണെന്ന് പറയാനില്ല. എന്തുകൊണ്ടെന്നറിയുമോ? ഫലഅല്ലഹു യതകല്ലമ ഫീമാ ലാ യഅനി. ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഇദ്ദേഹം നാവുകൊണ്ട് ജനങ്ങളെ കുറിച്ച് അനാവശ്യം പറഞ്ഞിട്ടുണ്ടാകാം, ഫനാ പറഞ്ഞിട്ടുണ്ടാകാം, ഫസാദ് പറഞ്ഞിട്ടുണ്ടാകാം, വാട്സാപ്പിലൂടെ ഫേസ്ബുക്കിലൂടെ അപവാദങ്ങൾ പ്രചരിപ്പിച്ചിട്ടുണ്ടാകാം. അതുകൊണ്ട് ഇദ്ദേഹം സ്വർഗാവകാശിയാണെന്ന് പറയാൻ ഈ മുഹമ്മദിനെ കിട്ടൂല. ഫലഅല്ലഹു യതകല്ലമ ഫീമാ ലാ യഅനി. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ജീവിതത്തിൽ സംസാരിച്ചിട്ടുണ്ടാകാം. അതുകൊണ്ട് ഇദ്ദേഹത്തെ കുറിച്ച് സ്വർഗാവകാശിയാണെന്ന് പറയാൻ ഈ മുഹമ്മദിനെ കിട്ടൂല സാബ. അതുകൊണ്ട് ഇദ്ദേഹത്തെ കുറിച്ച് നന്മ എന്നെ കൊണ്ട് പറയിപ്പിക്കാമെന്ന് നിങ്ങൾ കരുതരുതേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. 60-70 വയസ്സ് മാത്രമുള്ള ഈ ജീവിത കാലഘട്ടങ്ങളിൽ എത്രയെത്ര ആളുകളെ തേജോവധം ചെയ്തവരാണ് നീ. വാൾ പോസ്റ്റ് എഴുതിയവരില്ലയോ? ഫേസ്ബുക്കിൽ എഴുതിയവരില്ലയോ? വാട്സാപ്പിൽ എഴുതി വിട്ടവരില്ലയോ? ഷെയർ ചെയ്ത സഹോദര
സഹോദരന്മാരില്ലയോ, സഹോദരിമാരില്ലയോ, നാവുകളെ ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ. അശ്ലീല ഭാഷണങ്ങൾ നടത്തിയവരില്ലയോ, മഗ്രിബ് നമസ്കരിച്ച്, ഇശാ നമസ്കരിച്ച്, സുബഹി നമസ്കരിച്ച്, ളുഹർ നമസ്കരിച്ച്, അസ്ർ ജമാഅത്തായി നമസ്കരിച്ച്, പള്ളിയുടെ മുറ്റത്തിരുന്നുകൊണ്ട് ഫനായും ഫസാദും പറഞ്ഞവരില്ലയോ, ജനങ്ങളെ കുറിച്ച് പറഞ്ഞവരില്ലയോ, ഉലമാക്കളെ കുറിച്ച്, ഉമറാക്കളെ കുറിച്ച്, മുത്തഅല്ലിമീങ്ങളെ കുറിച്ച് പറഞ്ഞവരില്ലയോ, അന്യന്റെ പച്ചമാംസം തിന്നവരില്ലയോ. നഊദു ബില്ലാഹ്. നാവിനെ ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ. തീർന്നില്ല, തീർന്നില്ല. ലമ്മാ മർറ ബിഖൗമിൻ. അല്ലാഹുവിന്റെ റസൂൽ ഒരു സമൂഹത്തിന്റെ അരികിലൂടെ നടന്നു പോകുമ്പോ അല്ലാഹുവിന്റെ റസൂൽ അവരോട് പറയുകയാണ്, സഹാബാ സഹാബാ തഖല്ലലൂ തഖല്ലലൂ. ഒന്ന് പല്ലുകുത്തണേ സഹാബാ, പല്ലുകുത്തണേ, പല്ലുകുത്തണേ. ഫഖാലൂ. ഉടനെ അവർ ചോദിക്കുകയാണ്, മാ തഇന്നല്ലോ മതാമാ. നബിയേ, നബിയേ, ഞങ്ങളോട് എങ്ങനെയാണ് അവിടുത്തേക്ക് പറയാൻ തോന്നിയത്? ഇന്നത്തെ ദിവസം ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടില്ല റസൂലേ, ഞങ്ങളൊന്നും തന്നെ കുടിച്ചിട്ടില്ല റസൂലേ. ഒന്നും കഴിക്കാത്ത, ഒന്നും ഭുജിക്കാത്ത, ഒന്നും രുചിക്കാത്ത ഞങ്ങളോട് എന്താണ് തങ്ങൾ പറഞ്ഞത്? പല്ലുകുത്താൻ പറഞ്ഞതിന്റെ പരമാർത്ഥം എന്താണ് എന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സഹാബാ ഇന്നീല അറാ ലഹ്മ ഫുലാനിൻ ബൈന ഫനായാകും. ഇന്നാലിന്റെ മനുഷ്യന്റെ ഫനായും ഫസാദ് നിങ്ങൾ പറഞ്ഞില്ലേ, അദ്ദേഹത്തിന്റെ പച്ചമാസം നിങ്ങളുടെ പല്ലിന്റെ ഇടയിൽ ഞാൻ കാണുന്നുണ്ട് സഹാബാ, ഞാൻ ദർശിക്കുന്നുണ്ട് സഹാബാ. നിങ്ങൾ ഈ സദസ്സിലേക്ക് വരുന്നതിന് മുമ്പ് ഇന്നാലിന്റെ മനുഷ്യനെ കുറിച്ച് ഫനാ പറഞ്ഞില്ലയോ, ഫസാദ് പറഞ്ഞില്ലയോ, പറഞ്ഞില്ലയോ? ഇന്നീല അറാ ലഹ്മ ഫുലാനിൻ ബൈന ഫനായാകും. നിങ്ങളുടെ പല്ലിന്റെ ഇടയിൽ ഇന്നാലിന്റെ മനുഷ്യന്റേതാകുന്ന പച്ചമാസം അദ്ദേഹത്തെ കുറിച്ച് പരദൂഷണം പറഞ്ഞതിന്റെ പേരിൽ, ഗീബത്ത് പറഞ്ഞതിന്റെ പേരിൽ നിങ്ങളുടെ പല്ലിന്റെ ഇടയിൽ എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട് സഹാബാ. അതുകൊണ്ട് തഖല്ലലൂ, തഖല്ലലൂ. പല്ലൊന്നു കുത്തണേ, കുത്തണേ എന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫനായും ഫസാദും പറയാ ചെറിയ കാര്യമല്ല, വെറുതെ ഒന്ന് കൂടിക്കൊടുക്കുക ഒന്നുമില്ല. അവരിങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക, അപ്പൊ അവിടെ പോയി കേട്ടുകൊടുക്കുക. അല്ലാഹു ആക്കട്ടെ. നമുക്ക് ഏറ്റവും കുറഞ്ഞത് അതെങ്കിലും ഉണ്ടാവും. ഒന്നുമില്ല, നമ്മൾ വർത്താനൊന്നും പറയുന്നില്ല, എന്നാലും പരിപാടി അങ്ങനത്തെ കൂട്ടര്. അല്ലാഹു നമ്മളൊക്കെ ആകട്ടെ. അത് ശരിയാട്ടോ, പറഞ്ഞത് കറക്റ്റാ എന്ന് പറഞ്ഞു വിടുന്നവർ. നബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സഹാബാ സഹാബാ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നാവ് ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ. എന്തേ കാരണമെന്നറിയുമോ? വസീഖല്ലദീന തഖൂ റബ്ബഹും ഇലൽ ജന്നതി സുമറാ ഹത്താ ഇദാ وفتحت أبوابها وقال لهم خزنتها سلام عليكم طبتم فادخلوها سلام عليكم طبتم فادخلوها خالدين وقالوا الحمد لله وقالوا الحمد لله وقالوا الحمد لله الذي صدقنا
وعدا وأورثنا الأرض نتبوأ من الجنة حيث نشاء فنعم أجر العاملين. പരിശുദ്ധമായ ഖുർആനിൽ സൂറത്തു സുമറിന്റെ അവസാന ഭാഗത്തിലൂടെ പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു മനോഹര പഠിപ്പിക്കുകയാണ്. ഈ ദുനിയാവിൽ നമസ്കാരം നിലനിർത്തിയവർ, നോമ്പുകൾ കൃത്യമായി പിടിച്ചു വീട്ടിയവർ, സകാത്തുകൾ കൃത്യമായി കൊടുത്തു വീട്ടിയവർ, പാവങ്ങളുടെ കണ്ണീരൊപ്പിയവർ, നിരാലംബർ കവലംബമായവർ, സാധിപതികളെ കെട്ടിച്ചുവിടാൻ പൈസ കൊണ്ട് സഹായിച്ചവർ, തന്റെ കയ്യിലുള്ളതാകുന്ന സാമ്പത്തിക ശേഷി അനുസരിച്ചുകൊണ്ട് പട്ടിണി കിടക്കുന്നവരുടെ ബുദ്ധിമുട്ടുകൾ അറുതി വരുത്തിയതായ ആളുകൾ, നമസ്കാരം ചുട്ടുവെച്ച് സകാത്തുകൾ കൊടുത്ത് എല്ലാ നിലയ്ക്കും പാവങ്ങളെ സഹായിച്ച് ദീനിന്റെ അഭിമുഖമായി നിലകൊണ്ടുകൊണ്ട് ദീനിനെ തക്ബീർ മുഴക്കിക്കൊണ്ട് തൗഹീദിന്റെ പ്രതിധ്വനിയായിട്ട് നിലകൊണ്ടതായ ആളുകൾ, അവർ നാളെ ഖബറിൽ നിന്ന് മഹ്ശറയിലേക്ക് വന്ന് ആ മഹ്ശറയിൽ വിജയശ്രീലാളിതരായി വലത് കൈയിൽ ഏട് നൽകപ്പെട്ട് സ്വർഗത്തിലേക്ക് സിറാത്ത് പാലം വേഗത്തിൽ കടന്ന് സ്വർഗത്തിന്റെ വാതിലൂടെ കടന്ന് ചെല്ലുമ്പോ സുബ്ഹാനല്ലാഹ്, ആ സ്വർഗത്തിന്റെ വാതിൽക്കൽ നിന്നുകൊണ്ട് മലക്കുകൾ വിളിച്ചു പറയുകയാണ്, സലാം സലാം, നിങ്ങൾക്ക് രക്ഷയാണ് രക്ഷയാണ്. ഈ ദുനിയാവിൽ പ്രയാസം സഹിച്ചവരല്ലയോ, ഈ ദുനിയാവിൽ കൂരിരുട്ടിൽ വസിച്ചവരല്ലയോ, വിളക്കില്ലാതെ പഠിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ മനപ്പാഠമാക്കിയവരല്ലയോ, പ്രയാസം അനുഭവിച്ചുകൊണ്ട് ജീവിച്ചവരല്ലയോ, ഈ ദുനിയാവിൽ ഉരുൾപൊട്ടൽ നൽകപ്പെട്ടവർ, ഈ ദുനിയാവിൽ പ്രയാസം അനുഭവിച്ചവർ, ഈ ദുനിയാവിൽ വീടില്ലാതായവർ, ഈ ദുനിയാവിൽ വാപ്പയില്ലാതായവർ, ഈ ദുനിയാവിൽ ദുരന്തങ്ങളിലൂടെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ടു പോയവർ, തന്റെ കുഞ്ഞിനെ മാറിലും തീർത്തു കൊടുത്തിരിക്കുമ്പോ മാറിൽ നിന്നും പലപ്പാല് കൊടുത്തുകൊണ്ടിരിക്കുമ്പോ ഉരുൾപൊട്ടൽ കടന്നു വന്നുകൊണ്ട് മക്കളെ നഷ്ടപ്പെട്ടു പോയവർ, മക്കൾ എവിടെയാണെന്ന് തിരിച്ചറിയാതെ വാപ്പയുടെ ജനാസ എവിടെ, ഉമ്മയുടെ ഖബറെവിടെ, ഉമ്മയുടെ ഖബറെവിടെ, ഉമ്മയുടെ ജനാസ ഇതുവരെ തിരിച്ചു കെട്ടാതെ നിലകൊണ്ട ആളുകൾ, വളരെയേറെ പ്രയാസം അനുഭവിച്ച മോമിനിയങ്ങൾ, എല്ലാ ദുരിതവും അനുഭവിച്ചവരെ, നിങ്ങൾ ആ കഷ്ടപ്പാടുകൾ സഹിച്ചുകൊണ്ട് ഇബാദത്ത് അനുഷ്ഠിച്ചതിന്റെ പേരിൽ സലാം, നിങ്ങൾക്ക് രക്ഷയാണ്. ഇതാ കാലാകാലം വസിക്കാൻ ഈ മഹത്താകുന്ന സ്വർഗം നിങ്ങൾക്ക് തയ്യാർ ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് സ്വർഗത്തിലേക്ക് വിളിക്കുമ്പോ ആ സ്വർഗത്തിലേക്ക് കടക്കുന്ന വിശ്വാസികൾ ആദ്യമായി പറയുന്നത് അൽഹംദുലില്ലാഹ്. അല്ലാഹുവിന്റെ മുന്നിൽ വെച്ചുകൊണ്ട്, പടച്ചറബിന്റെ ദർബാറിൽ വെച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് കടക്കുമ്പോൾ വിളിച്ചു പറയുകയാണ് അൽഹംദുലില്ലാഹ്. അല്ലാഹുവിനാണ് സർവസ്തുതിയും. ഈ ലോകത്തിന്റെ തമ്പുരാനായ ജഗന്നിയന്താവായ പരിപാലകനായ സർവേശ്വരനായ സർവാധിപതിയായ സർവലോക സൃഷ്ടിപ്പിന് സംഹാരകർത്താവായ പടച്ച തമ്പുരാനാണ് സർവസ്തുതിയും. നാവ് കൊണ്ട് പറയാ സാധിക്കുമത്രേ, നാവ് കൊണ്ടവന് പറയാ സാധിക്കുന്ന വചനം അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. ആദ്യമായിട്ട് സ്വർഗത്തിലേക്ക് കടക്കുമ്പോ പറയുന്ന വാക്ക് എന്താ പറയുന്നത്? അൽഹംദുലില്ലാഹ്. അല്ലാഹുവിനാണ് സർവസ്തുതി. അത് പറയണമെങ്കിൽ ഈ നാവ് കൊണ്ട് ദുനിയാവിൽ വർത്താനം പറയാതിരിക്കണം. അത് പറഞ്ഞില്ല, നാവ് സൂക്ഷിക്കണം. അല്ലേ അങ്ങോട്ട് പോകുമ്പോ ഒന്നും മിണ്ടായില്ല. അല്ലാഹു ആക്കട്ടെ. സ്വർഗത്തിൽ കടക്കുമ്പോ ഇത് പറയും. ഏത് പറയും? ഖുർആനാണ്. ഖുർആൻ പറ സത്യവിശ്വാസികൾ പറയുന്നതാണ്. വഖാലൂ അൽഹംദുലില്ലാഹ്. മുഅ്മിനീങ്ങൾ പറയുമത്രേ, സ്വർഗത്തിലേക്ക് കടന്നാൽ അവർ വിളിച്ചു പറയുകയാണ് അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനാണ് സർവസ്തുതിയും. അല്ലദീ സദഖനാ വഅദ, അവന്റെ കരാറുകളെ, അവന്റെ വാഗ്ദാനങ്ങളെ പൂർത്തീകരിച്ചില്ലയോ? അവന് പറഞ്ഞു നിങ്ങൾ ദുനിയാവിൽ ഇബാദത്തെടുത്താൽ നിങ്ങൾക്ക് സ്വർഗമുണ്ട്. അവന് പറഞ്ഞു ദുനിയാവിൽ ദുരന്തങ്ങളുണ്ടാകും, പ്രയാസങ്ങളുണ്ടാകും, മക്കളില്ലാതെ, ഭാര്യയില്ലാതെ, സഹോദരനില്ലാതെ, സഹോദരിയില്ലാതെ, അയൽവാസികളില്ലാതെ, ബന്ധുമിത്രാദികളില്ലാതെ,
ആളുകളില്ലാതെ, കൂട്ടുകുടുംബാദികളില്ലാതെ, സമ്പത്തില്ലാതെ, സൗഭാഗ്യങ്ങൾ മുഴുവനും നഷ്ടപ്പെടുത്തി ഈ ദുനിയാവിൽ നിന്നെ പരീക്ഷിക്കുമെന്ന് പടച്ച തമ്പുരാൻ പറഞ്ഞു. എല്ലാം മനസ്സിലാക്കിക്കൊണ്ടവൻ ധരിച്ചു, സർവ്വതം പടച്ച റബ്ബിന് വേണ്ടി ധരിച്ചു. എല്ലാം അല്ലാഹുവിലേക്ക് തവക്കുലാക്കി. തന്റെ ഭാര്യ പോയപ്പോ, തന്റെ മക്കൾ പോയപ്പോ, തന്റെ കുടുംബം നഷ്ടപ്പെട്ടു പോയപ്പോ എല്ലാം പടച്ച റബ്ബിലേക്ക് തവക്കുലാക്കി. അല്ലാഹുവിലേക്ക് ഫലമേൽപ്പിച്ചുകൊണ്ട് 5 വക്ത് നമസ്കാരങ്ങൾ പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് മുഴങ്ങുമ്പോ കൃത്യമായി ജമാഅത്തിൽ പങ്കെടുത്തുകൊണ്ട് തലമറച്ചുകൊണ്ട് ആദ്യ വക്തിൽ തന്നെ വീടിന്റെ കത്തലങ്ങൾ നമസ്കാരം നിർവഹിച്ചുകൊണ്ട് നിലകൊണ്ട പെങ്ങളെ, നിനക്ക് നാളെ സ്വർഗത്തിലേക്ക് കടക്കാൻ കഴിയുമ്പോ ആ സ്വർഗത്തിൽ കടന്നുകൊണ്ട് നീ പറയുന്ന വചനം അൽഹംദുലില്ലാഹ്. വാഗ്ദാനങ്ങൾ പൂർത്തീകരിച്ച് നൽകിയ റബ്ബിനാണ് സർവസ്തുതിയും സർവസ്തുതിയും. അൽഹംദുലില്ലാഹ്. അത് പറയണമെങ്കിൽ ഈ ദുനിയാവിൽ നിന്റെ നാവ് നന്നാവണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ ഭാഗ്യമുണ്ട് നിന്റെ 2 അവയവങ്ങൾക്ക്. ഏതാ 2 അവയവം? ഏതാണ്? ഇവിടെ നാവും പിന്നെന്ന് കണ്ണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ശ്രദ്ധിക്കണമെന്നുണ്ട് അറിയണ്ടേ, ഞാൻ വേഗം നിർത്താൻ വേണ്ടി. ഒന്ന് കണ്ണും പിന്നൊന്ന് നാവും. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഈ 2 അവയവം ഭയങ്കര ഭാഗ്യമുള്ള അവയവം. ഇത് 2 നാളെ അവിടെ മഹ്ശറിൽ എത്തുമ്പോൾ സംസാരിക്കും. അല്ലാഹു തൗഫീഖ് തരട്ടെ.